ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മനോസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഏത്തപ്പഴം കൊണ്ടൊരു പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മതി. ഇനി ഇതിനകത്തോട്ട് ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം. 3 ഏത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചാണ് കേട്ടോ. അത്യാവശ്യം കുറച്ച് പഴുത്ത പഴം എടുക്കണേ, എന്നാലേ അത് നന്നായിട്ട് വെന്ത് വരത്തുള്ളൂ. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് ഈ നെയ്യിലിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയിട്ട് ചെറിയ തീയിൽ നമുക്കിത് അടച്ചു വെച്ച് വേവിക്കണം. വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഇത് നല്ല പഴുത്ത പഴമാണ്, പിന്നെ ചെറിയ കഷ്ണങ്ങളായിട്ടാണല്ലോ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിക്കാതെ വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിത് അടച്ചു വയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ അതേ പഴം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ലോണം അങ്ങ് വെന്ത് ഉടഞ്ഞ് വരണേ. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതേ പാനിൽ തന്നെ കുറച്ചും കൂടി നെയ്യ് ഒഴിക്കുക. 1 ടീസ്പൂൺ മതി. ഇനി ഇതിനകത്തോട്ട് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് നന്നായിട്ട് അടിച്ചിട്ട് ചേർക്കണം. ഉപ്പ് പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല, വെറുതെ മുട്ട അടിച്ചത് ഈ നെയ്യിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കണം. മുട്ട ചിക്കി എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു 2 വലിയ പിടി തേങ്ങ ചിരണ്ടിയതാണ്, അത് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം. മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഴത്തിൻ്റെ മധുരമൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്കത് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂണാണ് ഇട്ടത്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പഞ്ചസാര അലിഞ്ഞിട്ട് കുറച്ചൊന്ന് ലൂസാവും കേട്ടോ. കുറച്ചൊരു ഈർപ്പം വരും. അതൊന്ന് ഡ്രൈ ആയി വരണം. പിന്നെ ആ ഈർപ്പമൊക്കെ മാറി വീണ്ടും ഈ കൂട്ടൊന്ന് ഡ്രൈ ആയി വരണം. ആ സമയം കൊണ്ട് ഈ തേങ്ങയിലോട്ടും അതുപോലെ മുട്ടയിലും പഞ്ചസാര നന്നായിട്ടൊന്ന് പിടിക്കുകയും വേണം. ഇതിനകത്തോട്ട് ഫ്ലേവറിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക പൊടിച്ചതിന് പകരം വാനില എസൻസ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. ഫ്ലേവറിനായിട്ടാണ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു 1-2 മിനിറ്റ് ചെറിയ തീയിൽ നമുക്കിങ്ങനെ വെക്കാം. ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ ആ ഒരു ഈർപ്പം ഒന്ന് മാറി വരണം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കോൺഫ്ലേക്സ് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു വലിയ പിടി കോൺഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. പ്ലെയിൻ കോൺഫ്ലേക്സ് ആണ്, ഫ്ലേവർ ഒന്നും ഇല്ലാത്തത്. അത് കൈവച്ച് തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ പൊടിച്ച് വെക്കാം. കോൺഫ്ലേക്സ് ഇല്ലാതെ നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കാം, പക്ഷേ ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കഴിക്കുന്ന സമയത്ത് ഇടയ്ക്ക് കോൺഫ്ലേക്സ് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ജസ്റ്റ് ഇതുപോലെ കൈവച്ച് പൊടിച്ച് വെക്കാം. ഇപ്പോൾ ഈ കൂട്ട് ഈർപ്പം മാറി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പൊടിച്ച് വെച്ച കോൺഫ്ലേക്സും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട, ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. കോൺഫ്ലേക്സ് ഒരുപാട് വേവേണ്ട ആവശ്യമില്ല. ഇത്രയും മതി. ഈ കൂട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പഴത്തിൻ്റെ കൂടെ ഇത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ നല്ല ചൂട് മാറിക്കഴിയുമ്പോൾ ഈ പഴവും പിന്നെ നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച ആ കൂട്ടും കൂടി നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്ത് എടുക്കാം. കൈവച്ച് തന്നെ ചെയ്യണം. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് പഴം വലിയ പീസുകൾ, ഉടയാത്ത പീസുകൾ എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ കൈവച്ച് തന്നെ ഇതുപോലെ നല്ലോണം അങ്ങ് ഉടച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തു. ഇനി ഇത് 2 രീതിയിൽ നമുക്ക് റെഡിയാക്കാം. ഒന്ന് ഇതുപോലെ ഉരുട്ടി ബോളുകളാക്കി ഒരു ലഡു പോലെ കഴിക്കാം. നല്ല ടേസ്റ്റും ഉണ്ടാവും, നല്ല ഹെൽത്തിയുമായിരിക്കും കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കാനായാലും നല്ല ടേസ്റ്റി ആയിരിക്കും. ഇതുപോലെ ഒരു ലഡു പോലെ കഴിക്കാം. ഇതിന് കുറച്ച് കോൺഫ്ലേക്സ് ഒന്ന് പൊടിച്ചിട്ട് ഒന്നും കൂടി കോൺഫ്ലേക്സിൻ്റെ മുകളിലൊന്ന് റോൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അതല്ലെങ്കിൽ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് ഒരു കട്ട്ലറ്റ് പോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക ഇതിനെ ഇതുപോലെ. എന്നിട്ട് ഇത് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് എണ്ണയിലല്ല, ജസ്റ്റ് 2 സൈഡും ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഇത് ഒത്തിരി കനം കുറഞ്ഞു പോരുത്, കുറച്ച് കട്ടിക്ക് തന്നെ കട്ട്ലറ്റ് പോലെ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ 2 രീതിയിലും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ട്ലറ്റ് പോലെ റെഡിയാക്കിയത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തും കൂടി എടുക്കാം. വളരെ കുറച്ച് എണ്ണ മതി. നമ്മൾ ജസ്റ്റ് 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്യുന്നേ ഉള്ളൂ. കുറച്ച് എണ്ണ ഒഴിക്കുക, എന്നിട്ട് ഇത് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം. ഇത് പെട്ടെന്നാവും, ഒരു 1 മിനിറ്റേ എടുക്കത്തുള്ളൂ ഓരോ സൈഡും റെഡിയാവാൻ.
നമ്മുടെ ഏത്തപ്പഴം കൊണ്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന പലഹാരമാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അതുപോലെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.